പ്രശാന്ത് കിഷോർ ഈ ചുരുങ്ങിയ കാലയളവിൽ ഏറ്റവും ജനശ്രദ്ധ നേടിയെടുത്ത രാഷ്ട്രീയ തന്ത്രജ്ഞനാണോ മാധ്യമങ്ങൾ കൊട്ടിയാഘോഷിച്ചത്? ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് 8 വർഷം ഐക്യരാഷ്ട്രസഭയുടെ ധനസഹായത്തോടെ പൊതുജനാരോഗ്യ പ്രോഗ്രാമുകൾ പ്രവർത്തിച്ച വ്യക്തി എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് പ്രവചകനായി മാറിയത്? അദ്ദേഹത്തെ എങ്ങനെ ഒരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് പ്രവചകനായി കാണാൻ സാധിക്കുന്നത്? അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് എല്ലാം BJPയുടെ സർക്കാരിന് വേണ്ടിയാണ്. 2011 അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയും ഇന്നത്തെ പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദിക്ക് വേണ്ടി രാഷ്ട്രീയ പ്രചരണം നടത്തിയ വ്യക്തി ഇദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവചകൻ എന്നെങ്ങനെ വിളിക്കാൻ സാധിക്കുന്നു? തിരഞ്ഞെടുപ്പ് പ്രവചകൻ ഒരിക്കലും ഒരു പാർട്ടിക്ക് പിന്തുണ നൽകി പ്രവർത്തിക്കുന്ന വ്യക്തിയല്ല. കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് നേരെ വിമർശന പരാമർശങ്ങൾ നടത്തി BJPയുടെ പ്രവർത്തനത്തെ ഊന്നൽ നൽകുമ്പോൾ അദ്ദേഹം BJP പാർട്ടി അനുഭാവി എന്ന് വേണം പറയാൻ. കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എല്ലാം പറഞ്ഞുകൊടുത്ത PK എന്തുകൊണ്ട് കോൺഗ്രസിൽ ചേരുന്നില്ല? കോൺഗ്രസിനെ ഭയന്നിട്ടാവും എന്ന് നമുക്കറിയാം. എന്നാൽ അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ ചേരുന്നത് തൻ്റെ കൈക്ക് വിലങ്ങിട്ടതിന് തുല്യമാണെന്നാണ്. കോൺഗ്രസ് PKയെ അനുനയിപ്പിക്കാൻ കുറെ ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഇദ്ദേഹത്തെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ തന്നെ ഭിന്നിപ്പ് വന്നതോടെ പാർട്ടി അത് ഉപേക്ഷിച്ചു. 2024 തിരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസിനെ തയ്യാറാക്കി നിർത്താനെന്ന നിർദ്ദേശവുമായി പലതവണ കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നാൽ ചർച്ചകൾ തുടക്കത്തിൽ തന്നെ അലസിപ്പിരിഞ്ഞു. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുത്താൻ കഴിയുന്ന നേതാവായി രാഹുൽ ഗാന്ധിയെ ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ഇന്ത്യൻ സഖ്യത്തിനും കഴിഞ്ഞില്ലെന്നും പ്രശാന്ത് കിഷോർ ഈ അടുത്ത സമയത്ത് വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യ മുന്നണി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ സമയം വളരെ വൈകിപ്പോയെന്നും BJPക്ക് നഷ്ടപ്പെട്ട ഇടങ്ങൾ തിരിച്ചു പിടിക്കുമെന്നും രാജ്യത്തിന് തെക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ BJPയുടെ സീറ്റുകളും വോട്ട് വിഹിതവും ഗണ്യമായി വർദ്ധിക്കുമെന്നും ഇയാൾ അഭിപ്രായപ്പെട്ടിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്നത് ഇയാളും പ്രശസ്ത ജേർണലിസ്റ്റുമായ കരൺ താപ്പറുമായി നടത്തിയ അഭിമുഖമാണ്. ഈ അഭിമുഖത്തിൽ കരൺ താപ്പർ ചോദ്യങ്ങൾക്ക് മുന്നിൽ നാണം കെട്ട് തൊലിയൂരിപ്പോയ അവസ്ഥയാണ് ഇയാൾക്കുണ്ടായത്. നരേന്ദ്രമോദിയെ നിർത്തിപ്പൊരിച്ച വ്യക്തിയാണ് കരൺ താപ്പർ. BJPയുടെ അടിമയാണോ ഇയാളെന്ന് തോന്നിപ്പോകും ആ ഇന്റർവ്യൂ കണ്ടാൽ. നാടകീയമായ രംഗങ്ങൾക്കാണ് ഈ ഇന്റർവ്യൂ സാക്ഷ്യം വഹിച്ചത്. ഒറ്റ ചോദ്യത്തിലൂടെ ആകെ മൊത്തം തപ്പിത്തടഞ്ഞു പോയ നമ്മുടെ പ്രശാന്ത് കിഷോർ 300 സീറ്റുകൾ BJPക്ക് ഉറപ്പാണെന്ന പ്രസ്താവനയാണ് ഈ തിരഞ്ഞെടുപ്പ് പ്രവചകൻ പറഞ്ഞത്. ഇങ്ങനെയൊരു പ്രവചനം 2 വർഷം മുമ്പ് അദ്ദേഹം നടത്തിയിരുന്നു, അങ്ങ് ഹിമാചലിലും ഗുജറാത്തിലും. അത് മൊത്തമായി പാളിപ്പോയി. എന്നാൽ അങ്ങനെ ഒരു പ്രവചനം താൻ നടത്തിയിട്ടില്ലെന്നാണ് ഇയാൾ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ തെളിവുകൾ മൊത്തം സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ പ്രചരിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഇയാളെ വെള്ളം കുടിപ്പിച്ചു കരൺ താപ്പർ. ഒടുവിൽ ദേഷ്യപ്പെട്ട് അഭിമുഖത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് പ്രശാന്ത് കിഷോർ ചെയ്തത്.